നമസ്കാരം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പിന്തുണ നൽകാൻ വിസമ്മതിച്ച ബ്രിട്ടീഷ് നിലപാടിൽ പ്രകോപിതനായ ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ പുനഃപരിശോധിക്കുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ബ്രിട്ടന്റെ നിലപാടിനോടുള്ള തന്റെ കടുത്ത അതൃപ്തി ട്രംപ് പരസ്യമാക്കിയത്. ടെഹ്റാനിലെ മിസൈൽ ആക്രമണങ്ങളിൽ സഹായിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ബ്രിട്ടൻ ഒപ്പമുണ്ടായിരുന്നില്ല എന്നും ചരിത്രപ്രസിദ്ധമായ പ്രത്യേക ബന്ധം ഇപ്പോൾ അത്ര നല്ല നിലയിലല്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. കഴിഞ്ഞ വർഷം സ്റ്റാമറുമായി ഒപ്പിട്ട സാമ്പത്തിക അഭിവൃദ്ധി കരാറിന്റെ നിബന്ധനകളിൽ മാറ്റം വരുത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ്. ബ്രിട്ടന് അർഹിക്കുന്നതിനേക്കാൾ മികച്ച ഡീൽ താൻ നൽകിയെന്നും എന്നാൽ അത് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ തനിക്ക് അധികാരമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാറുകൾ, വിമാനങ്ങൾ, കൃഷി തുടങ്ങിയ മേഖലകളെ ഉൾപ്പെടുത്തി കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാർ രൂപീകരിച്ചത്. എന്നാൽ ഇതിലെ പല പ്രധാന ഘടകങ്ങളും ഇനിയും പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല. ഇതിനിടെ UK സാങ്കേതിക പങ്കാളിത്തം ഇതിനകം തന്നെ മരവിച്ചതായാണ് സൂചനകൾ. ഇറാൻ യുദ്ധത്തിന് പുറമെ ലേബർ പാർട്ടിയുടെ കുടിയേറ്റ നയത്തെയും പരിസ്ഥിതി നയങ്ങളെയും ട്രംപ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. ജയിലുകളിൽ നിന്നും മാനസിക ആരോഗ്യ ആശുപത്രികളിൽ നിന്നുമുള്ള ക്രിമിനലുകൾ ബ്രിട്ടനിലേക്ക് ഒഴുകുകയാണെന്നും രാജ്യം ഒരു വലിയ അധിനിവേശത്തെ നേരിടുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. സ്റ്റാമർ വ്യക്തിപരമായി നല്ല മനുഷ്യനായിരിക്കാം, പക്ഷേ നോർത്ത് സീ ഓയിൽ പ്രോജക്റ്റ് അവസാനിപ്പിച്ചതും കുടിയേറ്റ വിഷയത്തിൽ അയഞ്ഞ നിലപാട് സ്വീകരിച്ചതും വലിയ ദുരന്തമാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമന്റെ അമേരിക്കൻ സന്ദർശനം ഈ മാസം നടക്കാനിരിക്കെയാണ് ഈ രാഷ്ട്രീയ പോര് മുറുകുന്നത്. എന്നാൽ രാജാവുമായുള്ള തന്റെ വ്യക്തിബന്ധത്തെ രാഷ്ട്രീയ തർക്കങ്ങൾ ബാധിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കീർ സ്റ്റാമറെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന നിലപാടാണ് ട്രംപ് അടുത്തിടെ സ്വീകരിച്ചത്. സ്റ്റാമറെ വിജയിക്കാത്തവരെന്ന് വിശേഷിപ്പിച്ചതായും അദ്ദേഹത്തെ പരിഹസിക്കുന്ന വീഡിയോകൾ പങ്കുവച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനെല്ലാം മറുപടിയായി ഇറാന്റെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയെ കീർ സ്റ്റാമർ തള്ളിക്കളഞ്ഞു. സിവിലിയൻ മേഖലകളെ ലക്ഷ്യം വയ്ക്കുന്നത് തെറ്റാണെന്നും അത്തരം നടപടികൾക്ക് ബ്രിട്ടന്റെ പിന്തുണ ഉണ്ടാകില്ലെന്നും പാർലമെന്റിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധത്തിൽ പങ്കാളിയാകാനില്ല എന്ന് ബ്രിട്ടൻ അറിയിച്ചത് അമേരിക്ക എന്തായാലും ചൊടിപ്പിച്ചിരുന്നു. കൂടുതൽ പ്രതിസന്ധികളിലേക്ക് കാര്യങ്ങൾ മാറുന്നത് അങ്ങനെയാണ്. യുദ്ധം അവസാനിച്ചാൽ മാത്രമേ നാവിക ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ബ്രിട്ടൻ സഹായിക്കുകയുള്ളൂ എന്നാണ് കീർ സ്റ്റാമറുടെ നിലപാട്. ഇതിനിടെ ബ്രിട്ടീഷ് ചാൻസലർ റേച്ചൽ റീവ്സും അമേരിക്കൻ നടപടികളെ രൂക്ഷമായി വിമർശിച്ചു. കൃത്യമായ എക്സിറ്റ് പ്ലാൻ ഇല്ലാതെ ഇറാൻ യുദ്ധത്തിലേക്ക് എടുത്തുചാടിയ ട്രംപിന്റെ നടപടി വിഡ്ഢിത്തമാണെന്നും ഇതിൽ താൻ രോഷാകുലയാണെന്നും റീവ്സ് പറഞ്ഞു. IMF യോഗത്തിൽ പങ്കെടുക്കാൻ വാഷിംഗ്ടണിലേക്ക് പോകുന്നവർ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ആഗോള സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. ഗ്രീൻലാൻഡ് വിഷയം മുതൽ തുടങ്ങിയ അസ്വാരസ്യങ്ങൾ ഇറാൻ യുദ്ധത്തോടെ മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും കറുത്തുറ്റ സഖ്യകക്ഷികളായിരുന്ന ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇത്രയേറെ തകർച്ചു നിന്നിട്ട കാലം സമീപകാലത്തുണ്ടായിട്ടില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഒരു വശത്ത് അമേരിക്കൻ സമ്മർദ്ദവും മറുവശത്ത് സ്വന്തം രാജ്യത്തെ സാമ്പത്തിക സുരക്ഷയും പരിസ്ഥിതി നിലപാടുകളും സംരക്ഷിക്കേണ്ട വെല്ലുവിളിയാണ് ലേബർ സർക്കാർ ഇപ്പോൾ നേരിടുന്നത്.